ആ ജിന്ന് ബാധിച്ച ആളെ ഓതുകയാണ്, അല്ലെങ്കിൽ അയാൾക്ക് ഓതിക്കൊടുക്കുകയാണ്. വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഓതിക്കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഹദീസ് കൊണ്ട് ഓതിക്കൊടുക്കുക, അല്ലെങ്കിൽ ഹദീസിൽ വന്ന വാരിതായിട്ടുള്ള വാചകങ്ങൾ കൊണ്ട് പറഞ്ഞ് അദ്ദേഹത്തെ മന്ത്രിക്കുകയാണ്. തെറ്റല്ല. എന്നാൽ അതിനപ്പുറത്ത് ഇയാളിൽ ജിന്ന് ഹാജരാകുമ്പോൾ ഈ മന്ത്രിക്കുന്നയാൾ അയാളോട് സംസാരിക്കാൻ തുടങ്ങും. ഒരാൾ ആരാണ് നിങ്ങൾ? ആ ജിന്ന് ബാധിച്ച ആളെ ഓതുകയാണ്, അല്ലെങ്കിൽ അയാൾക്ക് വിശുദ്ധ ഖുർആൻ ആയത്തുകൾ കൊടുക്കുകയാണ്. എന്താ, അല്ലെങ്കിൽ ഹദീസ് കൊണ്ട് ഓതിക്കൊടുക്കുക, അല്ലെങ്കിൽ ഹദീസിൽ വന്ന വാരിതായിട്ടുള്ള വാചകങ്ങൾ കൊണ്ട് പറഞ്ഞ് അദ്ദേഹത്തെ വസുമതി എന്ന് പറഞ്ഞില്ല. എന്നാൽ അതിനപ്പുറത്ത് അവളിപ്പോ എവിടെയാണ്? ഇയാളിൽ ജിന്ന് ഹാജരാകുമ്പോൾ അവിടുന്ന് ഈ മന്ത്രിക്കുന്നയാൾ അയാൾ ഇറക്കി വിട്ടിട്ടുണ്ട്. വസുമതി ഇപ്പോൾ എവിടെയാണ്? ഒരാൾക്ക് ജിന്ന് ബാധിച്ചിരിക്കുന്നു, ഇപ്പോൾ താമസിക്കുന്നുണ്ട്. ആ ജിന്ന് ബാധിച്ച ആളെ ഓതുകയാണ്, അല്ലെങ്കിൽ അയാൾക്ക് വിശുദ്ധ ഖുർആന്റെ അവൻ പറയല്ല വസുമതി ഇപ്പോ, അല്ലെങ്കിൽ ഹദീസ് കൊണ്ട് ഓതിക്കൊടുക്കുക, അല്ലെങ്കിൽ ഹദീസിൽ വന്ന വാരിതായിട്ടുള്ള വാചകങ്ങൾ കൊണ്ട് പറഞ്ഞ് അദ്ദേഹത്തെ മന്ത്രിക്കുകയാണ്. തെറ്റല്ല. ഉദാഹരണം ഇത്. എന്നാൽ അതിനപ്പുറത്ത് ഇയാളിൽ ജിന്ന് ഹാജരാകുമ്പോൾ അല്ലെങ്കിൽ മന്ത്രിക്കുന്നയാൾ അയാളോട് ഇയാൾ സംസാരിക്കുക. ഒരാൾക്ക് ജിന്ന് ബാധിച്ചിരിക്കുന്നു, ഒരിക്കലും റുഖിയല്ല, ഇസ്ലാമികമല്ല, ഇത് വഴികേടാണ്. ഓതുകയാണ്, നമുക്കിടയിൽ പരിചയപ്പെടുത്തുന്നു. വിശുദ്ധ ഖുർആന്റെ ആയത്ത്